3 മാസത്തെ വെക്കേഷനും കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ 2-3 വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുൻപത്തെ വീഡിയോൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഞാൻ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വന്നു, ഡൽഹിയിലേക്ക് വന്നു. ഡൽഹിയിൽ നിന്ന് നേരെ ലണ്ടനിലേക്കുള്ള പോകാനുള്ള ഫ്ലൈറ്റ് കിട്ടി. ഈ മുഖത്തുള്ള ചിരി എന്ന് പറഞ്ഞ് ഒരുപാട് നേരം കാത്തിരുന്നിട്ടുള്ള അവസാനം ഫ്ലൈറ്റ് വന്നതിൻ്റെ ഒരു ചിരിയാണ് കേട്ടോ. അതായത് 12 മണിക്ക് വരേണ്ട ഫ്ലൈറ്റ് 1 മണിക്കാണ് ഇവിടെ 1 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഇവിടെ വന്നത്. അതിനുശേഷം ഞങ്ങൾ കയറിയിട്ടുള്ളത്. അപ്പോൾ കയറിയപ്പോൾ തന്നെ ഏകദേശമൊക്കെ 1:30 ആയി കേട്ടോ. കയറിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്കൊരു മലയാളി പെൺകുട്ടീനെയും കൂടെ കിട്ടിയായിരുന്നു. അപ്പോൾ ഏകദേശമൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഒരാളും കൂടെ ആയി. വിൻഡോ സൈഡ് തന്നെ സീറ്റ് കിട്ടി. പിന്നെ സമയം 1:45 ഫ്ലൈറ്റ് ചെറുതായിട്ട് എടുത്തു തുടങ്ങിയ അവസരത്തിൽ ഞാൻ വിചാരിച്ചു, ഈശ്വരാ ഇങ്ങ് എടുത്തല്ലോ, ഫ്ലൈറ്റ് ലേറ്റ് ആയാലും എടുത്തല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ടെക്നിക്കൽ പ്രോബ്ലം ആണെന്നും പറഞ്ഞ് പിന്നെയും അവിടെ തന്നെ നിർത്തി. പിന്നെയും അവർ സ്റ്റാർട്ട് ചെയ്ത് 2:30 പിന്നെയും നിർത്തി. അങ്ങനെ പോയിട്ട് 4:30 പിന്നെ എടുക്കുന്നത്. പിന്നെ എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ദേഷ്യം വരും, സങ്കടം വരും. ഭക്ഷണവും കിട്ടിയില്ല. കാരണം എയർ ഇന്ത്യയാണ്, വിശ്വസിക്കാനേ പറ്റില്ല എന്ന് ഇതോടുകൂടിയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ രാത്രിയിൽ ഇരുന്ന് ഉറങ്ങിയ സമയത്ത് അവർ ഭക്ഷണം പോലും വിളിച്ച് തന്നില്ല കേട്ടോ. അങ്ങനെ ഇത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നതാണ്. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 9 മണിക്കായിട്ടുണ്ടാവും തരാൻ. ഇങ്ങനെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും കിട്ടി. അപ്പോൾ എന്താണേലും ശരി, വിശന്നിട്ട് വയ്യ. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മാക്ഡൊണാൾഡ്സിൽ കയറിയിട്ട് ഒരു ബർഗർ കഴിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. അത് എത്ര മണിക്കാണ്? ഒരു 9 മണിക്കാണ്ട് കഴിച്ചത്. രാത്രി ഫുള്ളും പട്ടിണി ഇരുന്നിട്ടുള്ള വരവാണ്. പിന്നെ ഏകദേശമൊക്കെ ലണ്ടൻ എയർപോർട്ട് അടുത്ത് തുടങ്ങി കേട്ടോ. അടുത്ത് തുടങ്ങിയപ്പോൾ 10:45 അവിടുത്തെ ടൈമിന് എത്തിയത്. നമ്മുടെ നാട്ടിലൊരു 3:30 ആയിട്ടുണ്ടാവും. അപ്പം മേഘങ്ങളുടെ ഇടയിലൂടെ എങ്ങനെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കറക്റ്റ് എല്ലാ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ എനിക്ക് വിൻഡോ സൈഡ് സീറ്റ് കിട്ടാറില്ല കേട്ടോ. ഇപ്രാവശ്യമാണ് എനിക്ക് വിൻഡോ സൈഡ് 2 ഫ്ലൈറ്റിനും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഏകദേശം ഉള്ള സമയം അങ്ങ് ആഘോഷിക്കാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ പിന്നെ താഴെയുള്ള കാഴ്ചകളൊക്കെ കുറേ നേരം കണ്ടിരുന്നു. ഈ ചിറക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയില്ലേ, ഇതിങ്ങനെ വിടർന്നതാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിലെ ഈ ഫ്ലൈറ്റ് ജേർണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതായത് എടുക്കുമ്പോഴും അത് ഇറങ്ങുമ്പോഴും ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു ഈ സാധനം ഇങ്ങനെ പറക്കുന്നത്, ഇങ്ങനെ വിടർന്നു വരുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ ഇംഗ്ലണ്ടിൽ എത്താൻ പോകുന്നു. അങ്ങനെ നമ്മൾ ലണ്ടൻ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് കൊച്ചിയിൽ നിന്ന് മഴയോടുകൂടിയാണ് കയറിയത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഡൽഹിയിലുണ്ടായിരുന്നു മഴ. ഇവിടെ വന്നപ്പോൾ അതിലും വലിയ മഴയായിരുന്നു കേട്ടോ. റൺവേയിലൊക്കെ നല്ല മഴയായിരുന്നു. ഇങ്ങനെ അതിൻ്റെ വിൻഡോ കോഡൊക്കെ ഇങ്ങനെ നല്ല മഴ ഇങ്ങനെ നല്ലോണം വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിൽ 3:30 ആയിരുന്ന സമയത്താട്ടോ ഞാൻ ഇവിടെ എത്തിയത്. അങ്ങനെ കമ്പനിയിൽ നിന്ന് പിക്ക് ചെയ്യാനൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു, ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ 3-4 ആൾക്കാരും ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ചെയ്യാം.